ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മാജിക് മസാലയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെയാണ് രസം വെക്കാമെന്ന് നോക്കാം. അടിപൊളി ടേസ്റ്റിലുള്ള രസമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ നല്ല ജീരകമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി 1/2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. പൊട്ടുകടലയല്ല, കടലപ്പരിപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. 1/2 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂൺ കുരുമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ രസത്തിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എരിവുള്ള മുളക് പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇത് വറുത്തിട്ടൊന്നുമല്ല, സാധാരണയാണ് പൊടിച്ചെടുത്തിരിക്കുന്നത്. നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1 ഇഞ്ച് നീളത്തിലുള്ള ഒരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 5 അല്ലി വെളുത്തുള്ളിയാണ് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് പച്ചമുളകാണ്. 1 പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. പീസാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അരച്ചെടുക്കണം. അതിനായിട്ട് വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് പരുവത്തിൽ നമ്മൾ അരച്ചെടുക്കുക. വെള്ളം കൂടി പോവരുത്. നമുക്ക് ഈ മസാല വഴറ്റിയെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതുപോലെ നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കുക. വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു കടായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായി വരുമ്പോൾ ഒരു പീസ് കായാണ് എടുത്തിട്ടുള്ളത്. ഇങ്ങനെ മുഴുവനായിട്ടുള്ള കായം നമ്മൾ എടുക്കുകയാണെങ്കിലാണ് രസത്തിനും സാമ്പാറിനും ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതുപോലെയുള്ള കായം തന്നെ എടുക്കാനായിട്ട് നോക്കുക. 1 ഇഞ്ച് നീളത്തിലുള്ള ഒരു പീസാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കടുകാണ് ഇട്ട് കൊടുക്കുന്നത്. നന്നായിട്ട് പൊട്ടി വരുമ്പോൾ 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കാം. ഇത് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ മസാല ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് ഇട്ട് കൊടുക്കേണ്ടത്. അതിനുശേഷം നന്നായിട്ട് ഇളക്കി ഈ മസാലയൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഈ മസാലയുടെ പച്ച ടേസ്റ്റ് ഒക്കെ ഒന്ന് മാറി കിട്ടണം. അതുവരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഒട്ടും കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. 2 തക്കാളിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഈ തക്കാളി ഒന്ന് നന്നായിട്ട് വഴന്നു വരണം. ആ സമയം കൊണ്ട് നമുക്ക് പുളി കുറച്ച് വെള്ളത്തിൽ ഇട്ട് വയ്ക്കാം. ഒരു ചെറുനാരങ്ങയുടെ വലുപ്പത്തിലുള്ള കോൽപ്പുളിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് ഇതിന്റെ ജ്യൂസ് എടുത്ത് വയ്ക്കാം. കോൽപ്പുളി ചേർത്തിട്ടാണ് നമ്മൾ രസം ഉണ്ടാക്കിയെടുക്കുന്നത്. തക്കാളി ഇവിടെ നന്നായിട്ട് വഴന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് പരിപ്പ് വേവിച്ച വെള്ളമാണ്. അപ്പോൾ 3 ടേബിൾ സ്പൂൺ പരിപ്പ് 3/4 കപ്പ് വെള്ളം ഒഴിച്ച് കുക്കറിൽ വേവിച്ചെടുത്തതാണ്. ഒരു 2 വിസിൽ വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിടുക. സ്റ്റീം പോയതിന് ശേഷം തുറക്കുക. അപ്പോൾ പരിപ്പ് അത്യാവശ്യം വെന്തിട്ടുണ്ടാവും. പരിപ്പ് വെന്ത വെള്ളമാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇങ്ങനെ പരിപ്പ് വേവിച്ച വെള്ളം ചേർത്ത് കൊടുത്താൽ രസത്തിന് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. 3 ടേബിൾ സ്പൂൺ പരിപ്പാണ് വേവിച്ചത്. അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കോൽപ്പുളി പിഴിഞ്ഞു വെച്ചതാണ്. അതിന്റെ ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. കല്ലുപ്പാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 3 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്.
നമ്മൾ പരിപ്പ് വേവിച്ചപ്പോൾ 3/4 കപ്പ് വെള്ളമാണ് ചേർത്തത്. അതുപോലെ പുളി പിഴിഞ്ഞെടുക്കാനായിട്ട് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതൊന്നും കൂടാതെയാണ് ഇപ്പോൾ 3 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് തിളയ്ക്കണം. ഇതിൽ ഉപ്പും എരിവെല്ലാം കറക്റ്റ് ആണോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പുളി കുറവാണെങ്കിൽ കോൽപ്പുളി കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ചെറിയ പീസ് ശർക്കരയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ശർക്കര ഒരു പീസ് ഇട്ട് കൊടുത്താൽ ഇതിൻ്റെ ടേസ്റ്റ് എല്ലാം ബാലൻസ് ആയിട്ട് നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇത് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇതുപോലെ നന്നായിട്ട് തിളയ്ക്കുമ്പോൾ നമുക്കിതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഒരു കൈപ്പിടി മല്ലിയിലയാണ് അരിഞ്ഞത് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇവിടെ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഓണത്തിന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ ഓണത്തിന് ഉണ്ടാക്കുന്ന പായസങ്ങളുടെ റെസിപ്പീസും അതുപോലെ കറികളുടെ റെസിപ്പീസും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്, കാണാനായിട്ട് മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്നുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.